അധികം സമയം എടുത്തില്ലെങ്കിൽ അതും ചെയ്യും. സമയം എടുക്കില്ല. ഒരേ സമയം ചെയ്യാൻ പഠിക്കാൻ എക്സ്ട്രാ ഇറക്കി തരാം പറ്റുമോ? നിങ്ങൾ പഠിക്കാൻ എക്സ്ട്രാ ഇറക്കി തരാം. ഒരേ സമയം വർക്ക് എടുക്കാൻ ഏരിയയിലൊക്കെ ഇവിടുന്ന് 6 മണിക്കൂർ പമ്പ് ചെയ്ത് പോകണ്ടേ? ആ ഏരിയയിലുള്ള ഒരു ഇന്നലെ പമ്പ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ വാർഡിൽ വന്ന മെസ്സേജ് കണ്ടോ? 10:40 വെള്ളം വന്നു ചെറുതായി. നഗരത്തിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ പൈപ്പിടൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയാണ് അതിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പൊ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് വരെ പൈപ്പിടൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് പമ്പ് ഹൗസിലേക്ക് പൈപ്പ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ കരാറുകാരൻ 3 പ്രദേശത്തായി, ഒന്ന് ഈ ഭാഗത്ത്, രണ്ടാമത്തത് ഈ ഒരു ഭാഗത്ത്, മൂന്ന് ഭാഗങ്ങളിലായി വാട്ടർ അതോറിറ്റിയുടെ കരാറുകാർ വന്ന ശേഷം കുഴി കുഴിച്ച് പൈപ്പ് എവിടെയാണ് പൈപ്പിന്റെ ആഴം പരിശോധിക്കുന്നതിനാണ് ഇതുപോലെ കീറിയത് എന്നാണ് നമ്മൾ അറിയിച്ചത്. അങ്ങനെ 3 പ്രദേശത്തായി അവരിതുപോലുള്ള കുഴികൾ എടുത്ത കാരണം കഴിഞ്ഞ 6 ദിവസമായി പട്ടാമ്പി നഗരത്തിൽ കുടിവെള്ള വിതരണം പരിപൂർണമായി മുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അടിയന്തരമായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് പൈപ്പിടൽ നടപടി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന് പല തവണകളായി നഗരസഭ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് നഗരസഭയിലെ കൗൺസിലർമാരും നഗരസഭ വിനീതരായ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ഇന്ന് ഈ പ്രസ്തുത സ്ഥലം സന്ദർശിച്ച് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് അടിയന്തരമായൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് കേരള വാട്ടർ അതോറിറ്റിയാണോ സർക്കാരാണെങ്കിലും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളത് വലിയ നഗരസഭയുടെ ഉത്തരവാദിത്തമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഇന്ന് അടിയന്തരമായി ഇടപെടൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി തന്നെ പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് നഗരസഭയെ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏകദേശം 1 മണിക്കൂറുകൾക്കകം തന്നെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. ഈ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് നഗരസഭയല്ല കരാർ നൽകിയിട്ടുള്ളത്, വാട്ടർ അതോറിറ്റിയാണ്. ഇത് സർക്കാരിനെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ പരസ്പരം പഴി ചാരുന്നില്ല, മറിച്ച് എത്രയും പെട്ടെന്ന് ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. റോഡിന്റെ സൈഡിൽ പുതുതായി KRFB ഏറ്റെടുത്ത റോഡിന്റെ സൈഡിലാണ് ഇപ്പോൾ പമ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് വ്യാപകമായ രീതിയിലാണ് വെള്ളം പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ എത്രയും പെട്ടെന്ന് അതിന്റെ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ വാട്ടർ അതോറിറ്റിയോടും ആവശ്യപ്പെടുന്നു.